വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹൃദ്യതയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ പരിശുദ്ധ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചുള്ള പ്രസംഗവും അതേ തുടർന്ന് റോമാരൂപതയുടെ മെത്രാൻ എന്ന നിലയിലുള്ള ആ സ്ഥാനാരോഹണ ചടങ്ങിലും നടത്തിയ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. കുർബാനയിലെ പ്രസംഗങ്ങളാണ്. അതിൻ്റേതായ ഒരു ആത്മീയ പരിവേഷം വളരെ വ്യക്തമായി അതിൽ പ്രകടമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാർപ്പാപ്പമാർ എല്ലാ ബുധനാഴ്ചകളിലും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുക പതിവാണ്. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കും. മിക്കവാറും ഒരു പ്രസംഗ പരമ്പരയാണ്. വെനസ്ഡേ കാറ്റഗസിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ലയോ മാർപ്പാപ്പയും അത് പിന്തുടരുകയാണ്. അദ്ദേഹം 1-ാം പ്രാവശ്യം ചെയ്ത, അതായത് 2025 മെയ് 21 ബുധനാഴ്ച നടത്തിയ വെനസ്ഡേ കാറ്റഗസിസിലെ സന്ദേശമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഈ കൊല്ലം ജൂബിലി വർഷമാണ്. ജൂബിലി വർഷത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വച്ചിരുന്നു. പ്രത്യാശയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടകർ എന്ന നിലയിലാണല്ലോ ഈ കൊല്ലത്തെ ഒരു പഠന വിഷയം, ചർച്ചാ വിഷയം ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമായി അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ ആദ്യത്തെ ഈ മതബോധന പ്രഭാഷണം മാർപ്പാപ്പ നടത്തിയിട്ടുള്ളത്. ദൈവവചനം ഫലമണിയുന്നു. ദൈവവചനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരെയും അഭിസംബോധന ചെയ്തു. അവിടെ സമ്മേളിച്ചിരിക്കുന്ന ആളുകൾ, സഹോദരി സഹോദരന്മാർ, എൻ്റെ പരമാചാര്യകാലത്തെ ഈ ആദ്യ പൊതുദർശനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ആരംഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന ജൂബിലി ആശയത്തെക്കുറിച്ചുള്ള മതബോധന പരമ്പര ഞാനിന്ന് തുടരുകയാണ് എന്ന് ആമുഖത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു. പ്രത്യാശ വീണ്ടെടുക്കാനുള്ള ഈശോയുടെ ഉപമകളെക്കുറിച്ച് ധ്യാനിക്കുന്നത് തുടരാം. നമ്മളിൽ പ്രത്യാശ കൂടുതലായി ഉണ്ടാകുന്നതിന് ഈശോ പറഞ്ഞ ഉപമകളെക്കുറിച്ച് ധ്യാനിക്കുന്നത് അതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ചത്. അത് തുടരാമെന്നും മാർപ്പാപ്പ പറഞ്ഞു. എന്നാൽ എങ്ങനെയാണ് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നത് എന്ന് അത് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. വളരെ പ്രത്യേകമായ ഒരു ഉപമയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്ന് പാപ്പ സൂചിപ്പിച്ചു. എന്തെന്നാൽ അത് ഒരു വിധത്തിൽ മറ്റെല്ലാ ഉപമകളുടെയും ആമുഖമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് മാർപ്പാപ്പ ഇത് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ കൊടുത്തിരിക്കുന്ന വചനത്തിൻ്റെ ഉപമയാണ്, വിധക്കാരൻ്റെ ഉപമയാണ്. അത് എല്ലാത്തിൻ്റെയും ഒരു ആരംഭമായിട്ടുമാണ് നിൽക്കുന്നത്. വളരെ പ്രാധാന്യമുള്ള ഒരു ഉപമയാണിത്. എങ്ങനെയാണ് ഈശോ നമ്മോട് ആശയവിനിമയം നടത്തുന്നത് എന്ന് നിശ്ചയമായും ഈ ഉപമ നമുക്ക് കാണിച്ചു തരും എന്ന് പാപ്പ പറയുന്നുണ്ട്. ഇന്ന് എങ്ങനെ സുവിശേഷം പ്രഘോഷിക്കാമെന്നതിന് ഈ ഉപമ ഒരു പാഠവും കൂടിയാണ് എന്നും പറഞ്ഞു വച്ചിരിക്കുകയാണ്. എല്ലാ ഉപമകളും ഈശോ പറയുന്നത് അനുദിന ജീവിതത്തിൽ നിന്നെടുത്ത കഥകൾ കൊണ്ടാണ്, സംഭവങ്ങൾ കൊണ്ടാണ്. എന്നാലും അതിലേറെ കൂടുതൽ ആഴമേറിയ അർത്ഥവും അതിന് നമ്മോട് പറയാനുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. ഉപമ നമ്മിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു.
ഭാഗ്യരൂപത്തിൽ മാത്രം ശ്രദ്ധ ഉറപ്പിക്കാതിരിക്കാൻ അത് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് പാപ്പ പറയുകയാണ്. എൻ്റെ മുമ്പിൽ പറഞ്ഞ കഥ, അത് എൻ്റെ മുമ്പിൽ പറഞ്ഞ കഥയാണ്, അല്ലെങ്കിൽ അവതരിപ്പിച്ച ദൃശ്യം ഇങ്ങനെ സ്വയം ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പാപ്പ പറയുകയാണ്. ഈ കഥയിൽ ഞാൻ എവിടെയാണ്? ഓരോ കഥയിലും നമ്മുടെ ഒരു സ്ഥാനമുണ്ട്, അത് കണ്ടെത്തണം. എൻ്റെ ജീവിതത്തോടെ ഈ ദൃശ്യം, ഈ സംഭവം എന്താണ് പറയുന്നത് എന്നത്, ഈ ചോദ്യം നമ്മിൽ ഉണരണം ഓരോ ഉപമയും നമ്മൾ വായിക്കുമ്പോൾ. വാസ്തവത്തിൽ പാപ്പ പറയുകയാണ്, പാരബിൾ എന്ന പദം, അത് ഉപമ എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. ആ ഗ്രീക്ക് പദം ഒരു ക്രിയയായ, ഒരു മാർപ്പാപ്പയെല്ലാം ഇപ്പം ക്രിയയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പാരബെല്ലയിൽ നിന്നാണ് വരുന്നത് എന്ന് ഗ്രീക്ക് പദത്തെ അവതരിപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്. ഗ്രീക്കിലാണല്ലോ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അതിന് വലിയൊരു പ്രസക്തിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആദിമ അർത്ഥങ്ങൾ, അവരുപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ശരിയായി മനസ്സിലാക്കിയാലേ ഉപമയുടെ പൂർണ്ണ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. പാരബിൾ എൻ്റെ മുന്നിൽ ഒരു വാക്ക് എറിയുകയാണ്. മാർപ്പാപ്പ പറയുകയാണ്, എറിയുന്നു. എന്നെ അത് ചിന്തിപ്പിക്കുകയും സ്വയം ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുമ്പിലേക്ക് ഇട്ടു തരുന്ന ഒരു കാര്യമാണ്, അതേപ്പറ്റി ധ്യാനിക്കണം. വിധക്കാരൻ്റെ ഉപമ ദൈവവചനത്തിൻ്റെ ചലനാത്മകത, അതുണ്ടാക്കുന്ന ഫലങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്നുണ്ട് എന്ന് പാപ്പ നമ്മളോട് പറയുകയാണ്. ദൈവവചനത്തിൻ്റെ ആ ചലനാത്മകത, അതുണ്ടാക്കുന്ന ഫലങ്ങൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. തീർച്ചയായും സുവിശേഷത്തിലെ ഓരോ വാക്കും നമ്മുടെ ജീവിതമാകുന്ന നിലത്തേക്ക് എറിയപ്പെടുന്ന വിത്താണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എറിയുന്ന വിത്താണ് ഓരോ വാക്കും. അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത. സുവിശേഷത്തെ നാം ആ അർത്ഥത്തിൽ കാണേണ്ടതാണ്. ഈശോ വിത്തിൻ്റെ സാദൃശ്യം പലവട്ടം ഉപയോഗിക്കുന്നുണ്ട്. ബൈബിൾ വായിച്ചാൽ അറിയാം, വിത്തിൻ്റെ ആ സാദൃശ്യം പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ അർത്ഥങ്ങളോടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ വിധക്കാരൻ്റെ ഉപമ മറ്റനേകം ചെറു ഉപമകളുടെ പരമ്പരയായി വളരുകയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് അവയിൽ ചിലത് മണ്ണിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഗോതമ്പും കളകളും അതൊരു ഉപമയാണ്. ഗോതമ്പിൻ്റെയും കളകളുടെയും. കടുകുമണിയും വയലിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധിയും. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് എന്താണ് എന്ന് മാർപ്പാപ്പ ചോദിക്കുകയാണ്. ഈ മണ്ണിൽ ഒളിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഹൃദയമാണ്. മാർപ്പാപ്പ നമ്മോട് പറയുന്നു, നമ്മുടെ ഹൃദയമാണ്, സഭയാണ്. അതുമായിട്ട് നമുക്ക് കാണാം. ദൈവവചനം വാസ്തവത്തിൽ ഫലമണിയുകയും എല്ലാത്തിനെയും ഇളക്കി മറിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. പിത്തം തലയിൽ വചനം എല്ലായിടത്തും ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ്. വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അതാണ് അതർത്ഥം വെക്കുന്നത്. തുടക്കത്തിൽ നാം കാണുന്നത് ഈശോ ഭവനത്തിൽ നിന്നും പുറത്തു വന്ന് വലിയ ജനക്കൂട്ടത്തെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ധാരാളം ആളുകൾ അവന് ചുറ്റും ഒന്നിച്ചു കൂടി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വചനം ഇതാണ് നമ്മോട് പറയുന്നത്. അവിടുത്തെ വാക്കുകൾ മനം കവരുന്നവയും ജിജ്ഞാസ ഉണർത്തുന്നവയും ആണ് എന്ന് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഓടിക്കൂടുന്നത്. ജനങ്ങൾക്കിടയിൽ തീർച്ചയായും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈശോയുടെ വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽപ്പെട്ടവർക്കാണ്. എന്നാൽ അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മാർപ്പാപ്പ പറയുകയാണ്, ഓരോ വ്യക്തിയിലും വചനം വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ പശ്ചാത്തലം ഉപമയുടെ അർത്ഥം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം.
അസാധാരണക്കാരനായ ഒരു വിതക്കാരനാണ് വിതയ്ക്കാൻ പോകുന്നത്. ആ ഉപമയെ മാർപ്പാപ്പ തൻ്റെ ചിന്തകൾ, വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. വിത്തുകൾ എവിടെയാണ് വീഴുന്നത് എന്ന് അയാൾ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ഫലം പുറപ്പെടുവിക്കുമെന്ന് തോന്നാത്ത ഇടങ്ങളിൽ പോലും അയാൾ വിത്ത് വിതയ്ക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഉപമയിൽ വായിക്കുന്ന ഈശോയുടെ ഉപമ. വഴിയരികിൽ വിതറുന്നു, പാറകൾക്കിടയിൽ വീഴുന്നു, മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു, നല്ല സ്ഥലത്തും വീഴുന്നു. ഈ മനോഭാവം കേൾവിക്കാരനെ അതിശയിപ്പിക്കുന്നതാണ്. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാൻ അത് നമ്മളെ നിർബന്ധമായും പ്രേരിപ്പിക്കും എന്ന് പാപ്പ പറയുകയാണ്. മുള്ളുകളുടെ ഇടയിൽ കൊണ്ടുപോയി വിതയ്ക്കുന്ന, സാധാരണ ആളുകൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ, വഴിയിൽ വിതറാറില്ല. അപ്പം അതാണൊരു ചോദ്യം. അപ്പോൾ എന്താണ് മാർപ്പാപ്പ പറയുകയാണ്, കണക്ക് കൂട്ടുക എന്നത് നമ്മുടെ ഒരു ശീലമാണ്, മനുഷ്യൻ്റെ. ചിലപ്പോൾ അത് ആവശ്യവുമാണ്, മാർപ്പാപ്പ സമ്മതിക്കുന്നു. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇത് പ്രായോഗികമല്ല. അതാണ് മാർപ്പാപ്പ പറയുന്നത്. സ്നേഹത്തിൻ്റെ വിത്ത് നശിപ്പിക്കുന്ന, ഇപ്പം നമ്മൾ പറയല്ലേ, വിത്ത് വഴിയിലിട്ട അത് നശിപ്പിച്ച് കളയല്ലേ ചെയ്യുന്നത്, ആ അർത്ഥത്തിലാണ്. മുള്ളുകൾക്കിടയിൽ പാറപ്പുറത്തൊക്കെ ഇട്ടാൽ. വിതക്കാരൻ്റെ ദൃശ്യം ദൈവസ്നേഹത്തിൻ്റെ വഴിയാണ് കാണിച്ചു തരുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നഷ്ടപ്പെടുത്തുന്ന ആ ചൈതന്യം ദൈവസ്നേഹത്തിൻ്റെ വഴിയാണ്. ഫലം തരുന്ന മണ്ണിലാണോ വിത്ത് വിതച്ചത് എന്നതിനനുസൃതമാണ് അതിൻ്റെ ഗതി എന്നത് വാസ്തവമാണ്. നല്ല സ്ഥലത്ത് വീണാൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും. അതുപോലെ അത് ചെന്ന് വീഴുന്ന ഇടവും പ്രധാനമാണ്. എന്നാൽ ഇവിടെ ഈശോ പ്രധാനമായി ഉപമിക്കുന്നത് ദൈവവചനം എല്ലാത്തരം മണ്ണിലും ഏത് സാഹചര്യത്തിലും എവിടെയും വന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ് ഈശോ പഠിപ്പിക്കുന്നത്. ചില നേരം നമ്മൾ ഉപരിപ്ലവ ചിന്താഗതിക്കാരും ശ്രദ്ധ വ്യതിചലിച്ച സ്ഥിതിയിലുള്ളവരുമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ആവേശം കൊണ്ട് മതിമറന്നവരാകാം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളെ പറ്റിയാണ്, അവസ്ഥകളെ പറ്റിയാണത്. ജീവിതഭാരത്താൽ വ്യാകുലപ്പെട്ടിരിക്കുന്നവരാകാം. അവിടെയും വചനം വരികയാണ്. എന്നാൽ ചിലപ്പോൾ ഏറ്റുവാങ്ങാനും സ്വീകരിക്കാൻ തയ്യാറുള്ളവർ. അപ്പം നോക്കിയാൽ വ്യത്യസ്തമായ സാഹചര്യം, മനുഷ്യൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെക്കുറിച്ച് അത് പറയുകയാണ്. വിത്ത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ മുളയ്ക്കുമെന്ന് ദൈവത്തിന് വിശ്വാസമുണ്ട്. പിതാവ് പറയുന്നത് അതാണ്. ദൈവത്തിന് വിശ്വാസമുണ്ട്, ഇപ്പോഴല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ. ഇങ്ങനെയാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത്. അവിടുത്തെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. നാം ഏറ്റവും ഉതകുന്ന മണ്ണായി മാറുന്നത് വരെ അവിടുന്ന് കാത്തിരിക്കുന്നില്ല വിത്ത് വിതയ്ക്കാൻ. എല്ലാം നല്ലവരായി മാത്രം വിതയ്ക്കാനല്ല നോക്കിയിരിക്കുന്നത്. എങ്കിലും എപ്പോഴും ഔദാര്യത്തോടെ അവിടുത്തെ വചനം നമുക്ക് തരികയാണ്. ഈ വചനം എപ്പോഴും, എല്ലാ കാലത്തും, എല്ലാ അവസരത്തിലും തരുന്നു. ഒരുപക്ഷെ അവിടുന്ന് നമ്മിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നത് കാണുമ്പോൾ വിളഭൂമിയാകാനുള്ള അഭിലാഷം നമ്മിൽ ജനിച്ചേക്കാം. അതാണ് കാര്യം. വിളഭൂമിയാകാനുള്ള അഭിലാഷം നമ്മിൽ ജനിക്കുന്ന എപ്പോഴാണ്? അവിടുന്ന് നമ്മിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നമുക്കത് തരുന്നുണ്ടല്ലോ എന്ന ആ ബോധ്യം വരുമ്പോൾ അത് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നതിനുള്ള അഭിലാഷമുണ്ടാക്കും. ഇതാണ് ദൈവത്തിൻ്റെ ഔദാര്യവും കരുണയുമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്ന പ്രത്യാശ എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ദൈവത്തിൻ്റെ ഔദാര്യവും കരുണയുമാകുന്ന പാറമേൽ, ഉറപ്പുള്ളതാണ്, അവിടെ സ്ഥാപിതമായിരിക്കുന്ന പ്രത്യാശയാണ്. പ്രത്യാശയെപ്പറ്റിയാണല്ലോ ഈ കാലഘട്ടത്തിൽ, ഈ വർഷം നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, ജൂബിലിയുടെ സന്ദേശം. അപ്പം ദൈവം പ്രത്യാശ അർപ്പിക്കുകയാണ്, നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുമെന്ന്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ഉപമ കർത്താവ് പറഞ്ഞത്. നമ്മൾ ഓർക്കണം, പരിശുദ്ധ പിതാവ് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല, അതേപ്പറ്റി വീണ്ടും പറയുമെന്ന് ഞാൻ കരുതുന്നു. ഗോതമ്പിൻ്റെയും കളകളുടെയും ഉപമ.
വിതച്ചത് ഗോതമ്പ് വിത്താണ്, നല്ല വിത്താണ്. പക്ഷേ ശത്രു വന്ന് കളകൾ കൂടി വിതച്ചു. വളർന്നു വന്നപ്പോൾ, കതിര് വന്നപ്പോൾ ജോലിക്കാർ വന്ന് പറഞ്ഞു, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചുള്ളൂ, ഇപ്പോഴത്തെ ഇതെല്ലാം ഒത്തിരി കളകളുണ്ട്, ഞങ്ങൾ പറിച്ച് കളയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ യജമാനൻ പറയുന്നത്, പറിച്ച് കളയണ്ട, കൊയ്ത്ത് വരെ നിൽക്കട്ടെ, അപ്പോൾ നമുക്കതിനെ വേർതിരിച്ചെടുത്ത് കളകളെ കെട്ടി തീയിൽ ചുട്ടുകളയാം എന്ന് പറയുമ്പോൾ മനസാന്തരം എപ്പോഴും വരാം. അവസാനം വരെ സാധ്യതയുണ്ട്, അവസാനം വരെ ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്, സാധ്യതയുണ്ട്. പറിച്ച് കളഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത, അത് ദൈവത്തിൻ്റെ ചിന്തയാണ്. നമുക്ക് കിട്ടുന്ന അവസരമാണ്, നമുക്ക് തരുന്ന സമയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും. ഇത് ഫലം ലഭിക്കും, അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അത് മനസ്സിലാക്കപ്പെടും എന്നത്, ഇത് വലിയൊരു പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് പ്രചോദനമാണ്. അതാണ് ഈ വിത്തിൻ്റെ ഉപമയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയ ഒരു പാഠം. പരിശുദ്ധ പിതാവ് അത് എടുത്തും കാണിക്കുകയാണ്. വിത്ത് ഫലം പുറപ്പെടുവിക്കുന്ന രീതി വിവരിക്കുന്നതിലൂടെ തൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈശോ സംസാരിക്കുകയാണ് എന്നും പരിശുദ്ധ പിതാവ് എടുത്തു കാട്ടുകയാണ്. ഫലം പുറപ്പെടുവിക്കുന്ന വിത്തിൻ്റെ ആ രീതിയെപ്പറ്റി പറയുന്നിടത്ത് തൻ്റെ ജീവിതം തന്നെയാണ് കർത്താവ് അവതരിപ്പിക്കുന്നത്. ഈശോ വചനമാണ്, അവിടുന്ന് വിത്താണ്. വിത്ത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നശിക്കണം. അതാണ് മറ്റൊരു പോയിൻ്റ്. വിത്ത് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് നശിക്കണം. അങ്ങനെ ഈ ഉപമ നമ്മോട് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി ഇല്ലാതാകാൻ തയ്യാറാകണമെന്നാണ്. നമുക്ക് വേണ്ടി ഇല്ലാതാകുന്നവനാണ് കർത്താവ്. അങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചെടുത്തത്. നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനായി മരിക്കാൻ ഈശോ തയ്യാറായി എന്നതാണ് പ്രധാനം. അപ്പോൾ നോക്കിക്കേ, ഒത്തിരി നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ഒരു വലിയ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ, ഈ ഉപമയിലൂടെ വലിയ ഒരു സത്യമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയാണ്, നഷ്ടപ്പെടുത്താൻ തയ്യാറാകുകയാണ്. ഉപമകളിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ഈ നിലപാട്, തന്നെ ഇല്ലാതാക്കുന്ന 100 ആടുകളെ ഉള്ളവന് ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അവന് വേണ്ടി എല്ലാം മറ്റുപോയി മാറ്റിവെച്ച് പോകുന്ന ഒരു ഇടയൻ്റെ ചിത്രം വരയ്ക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് കർത്താവ് വരച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് പെട്ടെന്ന് പറയുകയാണ്, എൻ്റെ മനസ്സിൽ ഒരു സംഭവം പറയുകയാണ്. വാൻ ഗോഗിൻ്റെ സൂര്യാസ്തമയത്തിലെ വിതക്കാരൻ എന്ന മനോഹരമായ ചിത്രം കടന്നു വരികയാണ്. വാൻ ഗോഗ് നമുക്കറിയാം, പ്രസിദ്ധനായ കലാകാരനാണ്, ചിത്രകാരനാണ് വാൻ ഗോഗ്. അത് സൂര്യാസ്തമയത്തിലെ വിതക്കാരൻ എന്ന ആ ചിത്രം നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയോ ആ പടം ഒന്ന് കാണാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചുട്ടുപഴുത്ത സൂര്യനിൽ നിൽക്കുന്ന വിതക്കാരൻ്റെ ദൃശ്യം കർഷകൻ്റെ കഷ്ടപ്പാട് പാപ്പ പറയുകയാണ് തന്നെ ഓർമ്മിപ്പിക്കുന്നു. വിതക്കാരൻ്റെ പിന്നിൽ ധാന്യങ്ങൾ വിളഞ്ഞു നിൽക്കുന്നത് വാൻ ഗോഗ് വരച്ച് കാട്ടിയിട്ടുണ്ട്. അവൻ്റെ പിന്നിലാണ്. ഇത് പ്രത്യാശയുടെ ഒരു ദൃശ്യമായാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ പിതാവ് പറയുന്നത് ഇതൊരു പ്രത്യാശയുടെ ഒരു ചിത്രമാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വിത്ത് ഫലമണിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണെന്നത് നമുക്കറിയില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കുന്നു. വിതക്കാരൻ ഈ ദൃശ്യത്തിൻ്റെ മധ്യത്തിലല്ല, അയാൾ ഒരു വശത്ത് നിൽക്കുന്നു. പകരം മുഴുവൻ പെയിൻറ്റിങ്ങിലും ആധിപത്യം പുലർത്തി നിൽക്കുന്നത് സൂര്യൻ്റെ ദൃശ്യമാണ്. ഒരുപക്ഷെ ദൈവമാണ് ചരിത്രത്തെ നയിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാകാം ചിത്രകാരൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. സൂര്യൻ നിറഞ്ഞു നിൽക്കുന്നു, അതിൻ്റെ പിന്നിൽ ഫലം പുറപ്പെടുവിച്ച് നിൽക്കുന്ന വിത്തുകൾ, ഒരു സൈഡിൽ നിൽക്കുന്ന കർഷകൻ,
അവിടുന്ന് ദൈവം അഥവാ കാണപ്പെടുന്നില്ലെങ്കിലും അകലെയാണെങ്കിൽ തന്നെയും ചരിത്രത്തെ നയിക്കുന്നത് ദൈവമാണ് എന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയുടെ മൺകട്ടകളെ ഇളം ചൂടിലാക്കി വിത്തിനെ പാകമാക്കുന്നത് ദൈവമാണ് എന്ന് പരിശുദ്ധ പിതാവ് തൻ്റെ ചിന്ത ഈ ചിത്രത്തെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാർപ്പാപ്പ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഈ പഠനം ചിന്തകൾ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഏത് ജീവിതാവസ്ഥയിലാണ് ദൈവജനം നമ്മിൽ എത്തുന്നത് എന്ന് നാം ചിന്തിക്കണം. ഏതവസ്ഥയിലാണ് നാം, ഏത് ജീവിതാവസ്ഥയിലാണ്? അവിടുത്തെ വചനമെന്ന വിത്തിനെ എപ്പോഴും സ്വീകരിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് യാചിക്കാൻ കഴിയണം. അഥവാ നാം വിളഭൂമി അല്ലെന്ന് തിരിച്ചറിയുന്നു ഉണ്ടെങ്കിൽ നിരാശപ്പെടരുത്. പ്രത്യാശയുടെ സന്ദേശമാണല്ലോ പരിശുദ്ധ പിതാവ് തരുന്നത്. നമ്മിൽ പ്രവർത്തിക്കാൻ, അങ്ങനെ നമ്മുടെ മണ്ണിനെ പാകമാക്കാൻ, നാം ആകുന്ന മണ്ണിനെ പാകമാക്കാൻ അവിടുത്തോടെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കും എന്നതാണ് ഈ കഥ തരുന്ന, ഈ ഉപമ തരുന്ന പ്രത്യാശ. ഈ പ്രസംഗത്തിൽ തന്നെ നമുക്കറിയാം, പരിശുദ്ധ പിതാവ് എപ്പോഴും സമാധാനത്തിന് വേണ്ടിയുള്ള തൻ്റെ സന്ദേശം മുഴക്കുന്നുണ്ട്. ബുധനാഴ്ചകളിൽ, ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ മാലാഖ ജപം ചൊല്ലി സന്ദേശം നൽകുന്ന അവസരത്തിൽ, പിന്നെ ഒന്നിച്ചു കൂടുന്ന എല്ലാ അവസരങ്ങളിലും ചെയ്യുന്നൊരു കാര്യമാണ്. ഗാസ മുനമ്പിലെ സ്ഥിതി കൂടുതൽ അസ്വസ്ഥജനകവും വേദനാജനകവുമാണ് എന്ന് പാപ്പ പറയുകയാണ്. ഇസ്രായേൽ ഗാസ യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. അന്തസ്സുറ്റ മാനുഷിക സഹായം അവിടേക്ക് കൊണ്ടുചെല്ലാനും ശത്രുതയ്ക്ക് അറുതി വരുത്താനും കുഞ്ഞുങ്ങളും അയോധികരും രോഗികളും ഹൃദയഭേദകമായ വില നൽകേണ്ടി വരുന്നത് ഇല്ലാതാക്കാനുമുള്ള ഹൃദയംഗമമായ എൻ്റെ അഭ്യർത്ഥന ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ ആദ്യത്തെ പൊതു സന്ദർശന പ്രസംഗം, മതബോധന പ്രസംഗം, വെനസ്ഡേ കാറ്റക്കിസിസ് അവസാനിപ്പിച്ചത്. നമുക്ക് ഈ സന്ദേശം നൽകുന്ന ചിന്തകൾ കുറേയേറെ നമ്മൾ അധികം ചിന്തിക്കാത്ത ഒരു ചിന്ത തന്നെ പരിശുദ്ധ പിതാവ് നമുക്ക് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥയിലേക്ക് വരുന്നു, ഫലം കാത്തിരിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവൻ നഷ്ടപ്പെടുത്തുന്നത് തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായി കാണുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണത് എന്ന പാഠമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശം നമുക്ക് പഠന വിഷയമാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.